ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ബൊഗൈൻവില്ല കളക്ഷനുള്ള ഒരു ഗാർഡനിലാണ്. ഇവിടെ ഞങ്ങൾ കുടുംബവുമായിട്ട് കുറച്ച് ചെടികൾ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവരുടെ വീഡിയോ കൂടെ എടുക്കുന്നത് വെച്ചിട്ടോ. കിഡിലൻ കളക്ഷനാണ്. അപ്പോൾ ഇവിടെ എല്ലാത്തരം ചെടികളും ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ അവൈലബിൾ ആണെങ്കിലും ഈ ബൊഗൈൻവില്ല സീസൺ ആയാലും ഇവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബൊഗൈൻവില്ലയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബൊഗൈൻവില്ലകളൊന്ന് ഓടിച്ച് കാണാതെ എൻ്റെ അടുത്തേക്കുന്ന ഏറ്റവും വലിയ ബൊഗൈൻവില്ലയാണ്. പല പല കളേഴ്സ് ഗ്രാഫ്റ്റ് ചെയ്തൊരു ബൊഗൈൻവില്ലയാണ്. ഭയങ്കര രസമാണ്. ഒരു 5 ടൈപ്പ് പൂക്കളിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇത്രയും വലിയൊരു ചെടിയാണ്. ഇതും സെയിലിന് തന്നെയുള്ള കേട്ടോ. ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയാം, എൻ്റെ ഏത് വീഡിയോ കണ്ടാലും എല്ലാവരും പ്രൈസ് പറഞ്ഞില്ല എന്ന് പരാതി പറയാറുണ്ട്. ഇവിടെ ഞാൻ ചോദിച്ചു, പ്രൈസ് പറയുമ്പോൾ ഒക്കെ പറയാൻ നോക്കിയാൽ ഇന്ന് മൊത്തം പറഞ്ഞാലും തീരില്ല. ഇവിടെ എന്തായാലും സ്റ്റാർട്ടിങ് 150 രൂപയാണ്. 150 രൂപ മുതൽ എല്ലാ ടൈപ്പ് ഓഫ് ബൊഗൈൻവില്ല ഇവിടെ ഉണ്ട്. ഏറ്റവും വലിയ റേഞ്ച് എനിക്ക് തോന്നുന്നത് 40,000, 45,000 ആ റേഞ്ചിൽ വരെ വലിയ ബൊഗൈൻവില്ല ചെടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഗാർഡനിലേക്ക് കടന്നിട്ട് ഇവിടുത്തെ ചെടികളൊന്ന് പരിചയപ്പെടാം. ബാൻ്റെ കൂടെ. അപ്പോൾ ഇവിടുത്തെ ബൊഗൈൻവില്ല പൂക്കളൊക്കെ കഴിഞ്ഞൊരു സമയമാണ്. എങ്കിൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് പൂക്കൾ ഇപ്പോഴും ഉണ്ട്. നമുക്കറിയാം ബൊഗൈൻവില്ലയൊക്കെ ഒരു ഡിസംബർ ജനുവരി ഓൺവേർഡ്സ് നല്ല പൂവെന്ന് തുടങ്ങും. ഇപ്പോൾ മാർച്ചിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഉള്ളതെല്ലാം കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ ഈവനിങ്ങാണ് വന്നിരിക്കാം. കസ്റ്റമേഴ്സിൻ്റെ നല്ല തിരക്കാട്ടോ. മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഞങ്ങളുണ്ടോ കുറേയധികം കസ്റ്റമേഴ്സിനെ കാണുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സാരഥി കേട്ടോ. അനീഷ് എന്നാണ് പേര്. പുള്ളിയാണിത് മൊത്തത്തിൽ നോക്കി നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്നൊരു വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അനീഷ് ആദ്യം പറഞ്ഞത് ഈ സമയത്ത് കാണിക്കാനൊരു വിഷമമുണ്ടെന്നാണ് കേട്ടോ. കാരണം അത്രമാത്രം പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ പൂക്കളൊന്നുമില്ല. എങ്ങനെ കാണിക്കണമെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ സാറിൽ ഉള്ളതുകൊണ്ട് കാണിക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ വീഡിയോ എടുത്ത കേട്ടോ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഈ സീസണിൽ ബൊഗൈൻവില്ല തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. 10 വർഷമായിട്ടുള്ള നഴ്സറിയാണ്. 10 വർഷമായിട്ട് ബൊഗൈൻവില്ല തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള തായ്ലൻഡ് ചില്ലി റെഡ്, ചില്ലി യെല്ലോ, ചില്ലി ഓറഞ്ച് എന്ന് പറഞ്ഞ കളറ്, ചില്ലി പിങ്ക്, പിന്നെ ഈ ചില്ലി ഐസ്ക്രീം, ഇങ്ങനെ ഒരു ചില്ലി ഐസ്ക്രീം, ചില്ലി ഐസ്ക്രീം 5 കളറ് മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഇമ്പോർട്ടേഴ്സിൻ്റെ ഒന്ന് എടുത്ത് വാങ്ങി നമ്മളിവിടെ ഗ്രോ ചെയ്ത് ഇതിനെ നമ്മൾ കസ്റ്റമേഴ്സിലോട്ട് വളർത്തി നല്ല ഭംഗിയോടുകൂടി കൊടുക്കുന്നത്. നമ്മൾ ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് ചെയ്യാറുണ്ട്. നോർമലി നവംബർ, ഡിസംബർ, ജനുവരി ഇതാണ് നമ്മുടെ ബൊഗൈൻവില്ലയുടെ നല്ലൊരു സീസൺ പീക്ക് ടൈം. നിങ്ങൾ ഇത് ബ്രസ്സാ അല്ലേ? ഇത് അടർണ എന്ന് പറഞ്ഞാൽ അടർണ. ഓക്കെ അടർണ. ഇത് അതിൻ്റെ മാർച്ച് പകുതിയായി. ആക്ച്വലി സീസൺ ഏകദേശം 3/4 ഭാഗം കഴിഞ്ഞു. ഇത് രണ്ടും ഈ കളർ തന്നെ വരണം അല്ലേ? ഗ്രാഫ്റ്റ് ചെയ്താലല്ലോ ഏകദേശം ഒരു 4-5 കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് കയറി വരുന്നു, മാറി വരും. ഓക്കെ ഇത് എവിടെ ഇരിപ്പുണ്ടായിരുന്നു? നല്ല ചെടി കേട്ടോ. യെസ്. പിന്നെ അത് ഇത് ചില്ലി യെല്ലോ. ഓക്കെ. ഇന്ന് ഈവനിങ് ടൈം പുള്ളി ഭയങ്കര ബിസി ആട്ടോ. കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാക്കണല്ലോ. കസ്റ്റമേഴ്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാലും കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ചെടിയുടെ ഭംഗി നോക്കിയേ. ഇത് ബ്രിസ പീച്ച് എന്ന് പറയും. ബ്രിസ റെഡും ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഇരിക്കും. എനിക്ക് ബ്രിസ പീച്ചിന്റെ ഒരു തൈ തരണം കേട്ടോ. ഇത് നമ്മുടെ ഓറഞ്ച് ഫയർ ഓപ്പൽ അല്ലേ? ഓറഞ്ച് ഫയർ ഓപ്പൽ. ഇത് റൂബി റെഡ്. ഞാൻ കണ്ടു. അത് കാണിച്ചു. ഇവിടെ റെഡ്, റൂബി റെഡ്. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബാംഗ്ലോ എന്നൊരു വെറൈറ്റി ആണ് കേട്ടോ. സ്ലീപ്പിംഗ് ബ്യൂട്ടി വിടരില്ല. അതിങ്ങനെ നിൽക്കും അല്ലേ? ഇതെല്ലാം വലിയ പ്ലാന്റുകളാണ്. ഓ, ഇവിടെ നല്ല കളക്ഷൻ ആണല്ലോ. ഇത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ? അടർണ. ഇത് ഗ്രാഫ്റ്റ് ചെയ്താണോ? ആണല്ലേ? എത്ര കളേഴ്സ് ഉണ്ട് ഇതില്? അതിൽ 4 കളറുണ്ട്. റെയിൻബോ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതാണ്ട് കാണുന്നത്. നല്ല ഭംഗിയുള്ള ചെടി. അതൊരു ഡിഫറെന്റ് ടൈപ്പ് ആട്ടോ. നോക്കട്ടെ ഞാനത് കാണട്ടെ. മറിക്കേ റെയിൻബോ വെരിഗേറ്റഡ് ബട്ടർഫ്ലൈ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. റെയിൻബോ വെരിഗേറ്റഡ് അടിപൊളി അല്ലേ? ഇതിനെന്താ പറയാ? ബട്ടർഫ്ലൈ, സിൽവർ ബട്ടർഫ്ലൈ. ഞാനും കുറേ എണ്ണത്തിന്റെ പേരൊക്കെ പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. എല്ലാം കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ബ്ലൂബെറി ഐസിന്റെ മിനിയേച്ചർ ടൈപ്പ്. പുള്ളി പിന്നെയും പോയി കേട്ടോ, തിരക്ക് കാരണം. ഇത് കണ്ടോ, ഓരോ പൂക്കളുടെ ഭംഗി ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെയൊക്കെ കണ്ടോ റൂബി റെഡിൻ്റെ കിടിലൻ പൂക്കളാണ്. ഫയർ ഓപ്പൽ എനിക്ക് ഏറ്റവും ക്രേസുള്ള സാധനം കേട്ടോ, ഈ ഫയർ ഓപ്പൽ ഓറഞ്ച് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ എല്ലാത്തിൻ്റെയും ചെറിയ ചെടികളോട് വെച്ചിട്ടുണ്ട് കേട്ടോ.
പല റേഞ്ചിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കണ്ടോ, ഇപ്പുറത്ത് പോയാൽ ഫാമോസ പിങ്കിൻ്റെ തന്നെ വലിയ പൂക്കളുമുണ്ട്, ചെറിയ പൂക്കളുമുണ്ട്. വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാ പൂക്കളും ഞാനൊന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. കണ്ടോ, എന്ത് രസം നോക്കിയേ, നിറഞ്ഞേക്കാം. ഇത് മൾട്ടി ഗ്രാഫ്റ്റഡ് ആട്ടോ, 3-4 കളേഴ്സ് കാണുന്നതിൽ തിരക്കില്ല ചെടിയാട്ടോ. ഇതും മൾട്ടി ഗ്രാഫ്റ്റഡ് ആട്ടോ. ഇതില് കാലിഫോർണിയ ഗോൾഡ്, ഓറഞ്ച് ആപ്പിള്, ലാബ്ര വയലറ്റ് എന്ന് പറയും. എന്തുകളുടെ ലാബ്ര വയലറ്റ്, ലാബ്ര വയലറ്റ്, ലാബ്ര വയലറ്റ്, മൊണാലിസ. ഇത് മൊണാലിസ എന്നൊരു വെറൈറ്റി ആട്ടോ. ഞാൻ സ്പീഡിൽ പുള്ളി പറയുമ്പോൾ കൂടെ പറഞ്ഞുതരാം. നേരത്തെ കാണിച്ചിട്ടുണ്ട് ഗ്രീൻ ആപ്പിൾ എന്നൊരു വെറൈറ്റി ആട്ടോ. അത് നല്ല ഭംഗിയാണ്. യെസ്, നമ്മുടെ ഫാമോസ പിങ്കിൻ്റെ തന്നെ ഇതിൽ വലിയ പൂവാണ്, ഇതിൽ ചെറിയ പൂവ്. അതെ, ഞാൻ കാണിക്കാം. ഇതിന്റെ വലുതുണ്ട്, ഇതിന്റെ വളരെ വലിയ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വശത്തേക്കാണ് ഒരുപാട് പൂക്കളുള്ള ചെടികളുള്ളത്. കണ്ടോ, എന്ത് ഭംഗിയായിട്ട് വെക്കണം നോക്കിക്കേ, നിറച്ചു പൂക്കളുണ്ട്. അങ്ങോട്ട് പോവാണെങ്കിൽ ഇതൊരു കസ്റ്റമർ ഇപ്പോൾ എടുത്തു വെച്ച ചെടികളാണ്. അതിന്റെ ഭംഗി ഉണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇവിടെ കാണിക്കാന്ന് വെച്ചു. ഇത് അടർണ എന്ന് പറഞ്ഞ ചെടിയാണ്. അടർണ, അടർണ. ഇതിനകത്തൊരു 4-5 വെറൈറ്റി കളറുകൾ, കളർ കയറി വരും. ആ കളർ കാണുമെങ്കിൽ വന്നേ, കണ്ടോ, അടർണ അല്ലേ? അതാണ് അടർണ എന്ന് പറഞ്ഞ ചെടി. യെല്ലോയിഷ്. ഇതോ, ഇത് ഫ്ലെയിം റെഡ്. ഇത് ഫ്ലെയിം റെഡ് ആണ്, മലേഷ്യൻ ഐറ്റം ആണ് കേട്ടോ. ഇത് ഓറഞ്ച് ഫയർ ഓപ്പൽ. ഓറഞ്ച് ഫയർ ഓപ്പൽ, ഫയർ ഓപ്പൽ. ഇത് റൂബി റെഡ്. റൂബി റെഡ്. ഓക്കെ, അടിപൊളി. ഇത് ഫാമോസ പിങ്ക് അല്ലേ? ഓക്കെ. ഇത് സൺസെറ്റ് വൈറ്റ് എന്ന് പറയും. സൺസെറ്റ് വൈറ്റ് നല്ല ഡാർക്ക് കളറാണ് ഇതെല്ലാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും പോണതിന് മുമ്പ് നിങ്ങൾ ഇവിടെ കാണിച്ചതാണ്, എടുത്തു വെച്ചാൽ അല്ലേ? അത്യാവശ്യം വളർത്തി വലിയ. ഓക്കെ, താങ്ക് യു. ഇത് ഫാർമസോ പിങ്കിന്റെ വലിയ ഐറ്റം. ഫാമോസ പിങ്കിന്റെ വലിയൊരു ഐറ്റം ആണ്. മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഇത് വലുതല്ലേ? അതിരിക്കുന്നൊക്കെ അതന്നെയല്ലേ ഫാമോസ പിങ്ക്? ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു ചെടിയാട്ടോ ഈ ഫാർമോസ പിങ്ക് എന്ന് പറഞ്ഞ സാധനം. ഇതിന്റെ വലിയ പൂക്കളും ചെറിയ പൂക്കളും അവൈലബിൾ ആണ്. ഇതിന്റെ ഓൾ ടൈം ബ്ലൂമർ എന്നാ പറയാ, എല്ലാ സീസണിലും പൂ ഉണ്ടാവുന്ന പറയുന്നത്. അടിപൊളിയാണ്, നോക്കി കണ്ടോ. ഇത് തന്നെയല്ല, ആ സൈഡിൽ കണ്ടോ, ഇത് അവിടെ ഒന്ന് ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ തന്നെ സെയിലിനുള്ള ചെടികളാട്ടോ. ഇതിവിടെ റൂബി റെഡ് മീഡിയം പ്ലാന്റ്സിന്റെ ഒരു കിഡിലൻ കളക്ഷൻ ഉണ്ട്. കണ്ടോ, മൊത്തം പൂക്കളെടുത്തിട്ടുണ്ട്.
വില ഇത്തിരി കൂടുതലല്ല കേട്ടോ. ഇവിടെ 550 രൂപ ഞാൻ വില കണ്ടോ കേട്ടോ. ഇതിൻ്റെ ഇവിടെ ബോർഡ് കണ്ടതാണ്. നല്ല പൂക്കളാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഈ റോയിലും ചെടികളുടെ നല്ലൊരു കളക്ഷൻ തന്നെ കേട്ടോ. ഈവനിങ് ആയി, ലൈറ്റൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഈ പിങ്കിൻ്റെ ഭംഗിയുണ്ടോ. ഡബിൾ കളറുമാണ്, വെരിഗേറ്റഡ് ലീഫുമാണ്. ഈ സൈഡെല്ലാം മൾട്ടി ഗ്രാഫ്റ്റഡ് ആണോ? ഞാൻ പറയാൻ വിട്ടുപോയി. മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ്. ആ വൈറ്റ്. ഓക്കെ ഓക്കെ. വെരിഗേറ്റഡ് ലീഫ് ഉണ്ട്. വലിയ നമുക്ക് 1000 രൂപയ്ക്ക് താഴെ വരത്തക്ക രീതിയിലുള്ള 800 രൂപ 900 1000 രൂപ റേഞ്ചിൽ വരത്തക്ക രീതിയിലുള്ള ഒരു ഫാമിലീസിന് സാധാരണ അഫോർഡബിൾ ആയിട്ടുള്ള മൾട്ടിഗ്രാഫ്റ്റഡാ. ഇതിന്റെ പേരെന്തായിരുന്നു? മിസ് ഹോളണ്ട്. ഇതാണ്ടോ മിസ് ഹോളണ്ട്, ഇതാണ് ഇതിന്റെ പേര് കേട്ടോ. ഇതോ, ഇത് തിന്മ എന്നൊരു വെറൈറ്റി കേട്ടോ. അതെ അതെ, അതിൽ തന്നെ. ഓക്കെ, സെയിം വൈറ്റും ഉണ്ട്, റെഡും പിങ്കും ഉണ്ട് പൂക്കൾ. ഇതിലും അതെ, പിങ്കും ഉണ്ട് വൈറ്റും ഉണ്ട് കേട്ടോ. ഇതും അതെ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വെറൈറ്റീസ് കണ്ടാലും മതിയാവില്ല കേട്ടോ. അത്ര വിശാലമാണ് ഇവിടുത്തെ കളക്ഷൻ. ഇത് നമ്മുടെ ഫേവറേറ്റ് കിടിലൻ പ്ലാന്റാണ്. ഇതിൻ്റെ റെഡ് കണ്ടോ, ഇത് കണ്ടോ. നമ്മുടെ ഫയർ റെഡിൻ്റെ ഒരു കിടിലൻ പ്ലാന്റ് കേട്ടോ. ഇത് റൂബി റെഡിൻ്റെയും ഫയർ ഒപ്പലിൻ്റെ ഒരു ഗ്രാഫ്റ്റഡ് ആട്ടോ. എന്തായാലും കാണിച്ചിട്ടും തീരുന്നില്ല കേട്ടോ. ജസ്റ്റ് കാണിക്കാമല്ല. ഇത് നോക്കിയേ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇത് ഗ്രാഫ്റ്റഡ് ആണ്, പക്ഷേ ഈ ഒരു വെറൈറ്റി മാത്രമേ നമ്മൾ പിടിച്ചിട്ടുള്ളൂ. റൂബി റെഡ് മാത്രം. ഇതിൽ പൂക്കൾ കുറവാ. ദേ ഈ സൈഡ് നോക്കിയേ. ഈ സെക്ഷൻ മൊത്തം നോക്കുകയാണെങ്കിൽ ചെറിയ ചെടികളും ഇടത്തരം ചെടികളുടെ ഒരു കളക്ഷനാണ്. എല്ലാത്തിൻ്റെയും തന്നെ ചെറിയ ചെടികൾ ഇവിടെ അവൈലബിൾ ആട്ടോ. കണ്ടല്ലോ, നമ്മൾ ആ കണ്ട വലിയ ചെടികളുടെയൊക്കെ ചെറിയ പ്ലാന്റ്സ് ഇവിടെ ധാരാളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വരെ അത് തന്നെ കേട്ടോ. ഇത് അടിപൊളിയാട്ടോ. കണ്ടോ, ഹവായിയൻ വൈറ്റ് അല്ലേ. ഇത് ഹാങ്ങിങ്ങിന്റെ നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, വയലറ്റ് ബ്ലൂബെറി ഐസ് അല്ലേ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹാങ്ങിങ് ബൊഗേൻവില്ലയുടെ ഒരു കിടിലൻ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, അടുത്തേക്ക് വന്നാൽ കാണാൻ പറ്റും. ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടോ, ഇത് കണ്ട എന്ത് രസമാണ് നോക്കിയേ. ഇത് കണ്ടോ, നിറച്ചു പൂക്കളായിട്ട് നിൽക്കുക കേട്ടോ. ഇവിടെ ഒരു കിടിലൻ വെറൈറ്റി ഉണ്ട് കേട്ടോ. ഞാനും കണ്ടിട്ടില്ല അതിന് മുമ്പ്. അതിൻ്റെ പേര് ഇതിൽ സക്കൂറ ബെല്ലൂച്ച എന്നാ കാണുന്നത്. കറക്റ്റ് ആണോ? അതായത് ബെല്ലാച്ച എന്നോ, കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. അടിപൊളിയല്ലേ, എന്താ ഭംഗിയില്ലേ. ഞാൻ ഫസ്റ്റ് ടൈം കാണും ഇങ്ങനെ ഒരു പ്ലാന്റ് കേട്ടോ. ഇനി ബാക്കി ഞാൻ കാണിച്ചതൊക്കെ തന്നെയാണ് വൈറ്റ്. ഇനി അറ്റം വരെ ഉണ്ട് കേട്ടോ, കാണിക്കാം. ഇതും അത് തന്നെ ഞാൻ പറഞ്ഞ സാധനം. കിടു കേട്ടോ. നിറച്ചും പൂക്കളുണ്ട് കേട്ടോ. അതുകൂടാതെ ഈ മതിൽ കണ്ടോ, അങ്ങേറ്റം മുതൽ ഫുള്ള് നിരത്തി വെച്ചിരിക്കുക ചെടികൾ കേട്ടോ.
ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പാണ്, എനിക്കെൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഉണ്ട് വളരെ ചെറിയ പൂക്കൾ. എല്ലാം പേര് ചോദിക്കാൻ പുള്ളി ഇവിടെ ഇല്ല കേട്ടോ. പേര് അറിയാമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. ഇതാണ് ആ പ്ലാന്റ്, അടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ പ്ലാന്റാ ബൊഗൈൻവില്ല തന്നെയാണ്, പക്ഷെ വളരെ മിനിയേച്ചറാണ്. ചെറിയ പ്ലാന്റ്, വലുത് നമ്മൾ കുറേ കണ്ടു, എൻ്റെ ചെറുത് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, നിറച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, പൂക്കളോടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ റോഡിൻ്റെ ഒരു വശത്തെ ഗാർഡൻ നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഏതാണ്ട് ഓടിച്ച് കണ്ടതാണ്, നോക്കുക വിശാലമായിട്ട് തന്നെ കാണാം. അപ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒരു ഗാർഡൻ ഉണ്ട്, അവിടെയും കൂടെ പോയിട്ട് അവിടെ ജസ്റ്റ് കണ്ടിട്ട് വരാം കേട്ടോ. വാ. പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ നോക്കിക്കേ, എൻ്റെ പൊന്നെ എന്തല്ലേ കുറേ വെച്ചിട്ടുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഈ വശത്തേക്ക് നോക്കിയാലും ബൊഗൈൻവില്ലയുടെ നല്ലൊരു കളക്ഷൻ തന്നെ കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു ചെടിയുടെ ഒക്കെ ഒരു ഭംഗി നോക്കിക്കേ. പാവം എന്ത് രസമാണ് നോക്കിയേ. ആ ചെടി കണ്ടോ, അതൊരെണ്ണം ഇവിടെ കണ്ടോ. ഇവിടെയുണ്ട് മൾട്ടി ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് കേട്ടോ. പേരെല്ലാത്തിൻ്റെയും കുറേ പ്രാവശ്യം പറഞ്ഞതാട്ടോ. ഇത് നമ്മുടെ മോസ്റ്റ് കോമൺ കളർ ബൊഗൈൻവില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഫസ്റ്റ് കളർ ഇതാ അല്ലേ, കാലങ്ങളായിട്ട് കണ്ടൊരു കളർ. ഇതെവിടെയുണ്ട് നല്ലൊരു കളക്ഷൻ കേട്ടോ. ഇത് നമ്മുടെ ഡീനി ഇരിപ്പുണ്ടായിരുന്നു, അവിടെ പോയാലും അത് നോക്കൂ കേട്ടോ. ഇതെവിടെയും ചെറിയ തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഫാം ഹൗസ് പിങ്ക് കൊണ്ട് ഏറ്റവും കൂടുതലുള്ള ഭയങ്കര രസമാട്ടോ എൻ്റെ പൂക്കൾ. ഇവിടെ എവിടെ നോക്കിയാലും ബൊഗൈൻവില്ല കേട്ടോ. ഇതേ അവിടെയൊക്കെ വെറുതെ പൂ തുടക്കുന്നുണ്ട് കുറേ. ഇതൊരു അടിപൊളി ചെടി കേട്ടോ. ഇത് കണ്ടോ, മെരിഗേരഡിൻ്റെയും ഗ്രാഫ്റ്റഡ് ഉണ്ട് കണ്ടോ, കുറേ പൂക്കളുണ്ട്. അതുപോലെ വേറെ ഒരെണ്ണം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിലൊരു 3-4 കളേഴ്സ് ഉണ്ട് കേട്ടോ. 1 2 3 4 കളേഴ്സ് ഉണ്ട് കണ്ടോ. ഇതേ നോമ്പ് തുറ സമയം കേട്ടോ, നോമ്പ് തുറയുടെ ഐറ്റം കഴിക്കണേ. താങ്ക് യു സോ മച്ച്. ഒരുപാട് ലേറ്റായി, ഇപ്പോൾ ഇരുട്ടിപ്പോയി. കുറച്ച് ചെടികൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചെടികളാണ് ഞാനിവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. എന്തായാലും വീട്ടിൽ പോയിട്ട് ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം. ഇവിടുന്ന് വാങ്ങി അതുകൊണ്ട് മൾട്ടി കളർ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി തന്നെ കരുതുന്നു. നമ്മുടെ MC റോഡിൽ ട്രിവാൻഡ്രത്തുനിന്ന് നമ്മൾ കൊട്ടാരക്കര അല്ലെങ്കിൽ കോട്ടയം ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നിലമേലിനും ചടയമംഗലത്തിനും ഇടയ്ക്ക്, അത് നമ്മുടെ ജടായുപ്പാറയില്ലേ, ജടായുപ്പാറ എന്നൊരു 3 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണാം മുളമൂട്ടൽ ഗാർഡൻസ് എന്ന ബോർഡ്. അപ്പോൾ ഇവരുടെ നമ്പർ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക, ഇവിടേക്ക് വരിക, പർച്ചേസ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.